ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യ സിനിമ ഒരു OTT അപ്ഡേറ്റാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ ID ഇത് ഫേക്ക് എന്ന സിനിമ. ഈ സിനിമ സെപ്റ്റംബർ 19 ഈ മാസം നമ്മുടെ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സിനിമ നമ്മുടെ വള എന്ന സിനിമയാണ്. ഈ സിനിമ നമ്മുടെ ലുക്മാനും ധ്യാൻ ശ്രീനിവാസനും മേജർ കഥാപാത്രമായിട്ട് എത്തുന്ന സിനിമയാണ്. ഈ സിനിമയുടെ വേഫർ ഫിലിംസ് ലോകയ്ക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. ധ്യാൻ്റെ ഈ ഇടയ്ക്ക് നമ്മുടെ ഡിറ്റക്റ്റീവ് ജലം മാത്രമാണ് അത്യാവശ്യം ഹിറ്റായത്. അതിന് മുന്നുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ഫ്ലോപ്പായിരുന്നു. ഈ സിനിമ നല്ലൊരു സിനിമ ആവട്ടെ. ഈ സിനിമ സെപ്റ്റംബർ 19 തിയേറ്ററിൽ റിലീസ് ചെയ്യണത്. അടുത്ത അപ്ഡേറ്റ് നമുക്ക് കുറേ നാളായി വെയിറ്റ് ചെയ്യണം. മോഹൻലാലിൻ്റെ വൃഷഭ എന്ന സിനിമ. ഈ സിനിമയുടെ അപ്ഡേറ്റ് നാളെ വരുന്നതാണ്. എന്താണെന്ന് അറിയില്ല. അവരൊരു പോസ്റ്റർ ഇട്ടുണ്ട്. മേ ബി ടീസറിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ ഒരു റിലീസ് തീയതി ആയിരിക്കും. മിക്കവാറും ഒരു റിലീസ് തീയതി തന്നെ ആയിരിക്കും. അതിന് ശേഷമായിരിക്കും മിക്കവാറും ടീസറിൻ്റെ ഡേറ്റും അങ്ങനെയൊക്കെ വരാൻ ചാൻസ്. മിക്കവാറും മോഹൻലാലിൻ്റെ ഒരു പോസ്റ്ററും അതിൻ്റെ ഒപ്പം അതിൻ്റെ റിലീസ് ഡേറ്റ് വരാനാണ് ചാൻസ്. നമുക്കെന്തായാലും നാളെ നോക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബേസിൽ ജോസിൻ്റെ ഒരു ലോഗോ ഞാൻ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, പ്രൊഡക്ഷൻ്റെ. അപ്പോൾ നമ്മുടെ ബേസിൽ ജോസ് എൻ്റർടൈൻമെൻറ്റ് ഡോട്ടറാണ്, അതായത് സൈലത്തിൻ്റെ ഓണറുമായ അനന്തു, രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ടീസർ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലൊരു സിനിമ തന്നെ ആവട്ടെ ഇവരുടെ പ്രൊഡക്ഷനിൽ വരുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലോകം 300 കോടി എത്തുമെന്നാണ്. ഇപ്പോൾ തന്നെ മഞ്ഞുമലിൻ്റെ വേൾഡ് വൈഡ് റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ മൊത്തത്തിൽ 250 കോടിക്ക് മുകളിലെത്തി. ഇനി നമുക്ക് അവർക്ക് കിടക്കാനുള്ളത് നമ്മുടെ എമ്പുരാൻ്റെ വേൾഡ് വൈഡ് ക്രോസ് ആണ്. മിക്കവാറും അതും കടന്ന് 300 കോടി, മലയാളത്തിൽ ആദ്യത്തെ 300 കോടി എത്തട്ടെ. പിന്നെ നമ്മുടെ എമ്പുരാനും ലോകയാണ് 250 കോടി. അത് നമുക്ക് മലയാളത്തിൽ നിന്ന് ഈ വർഷം തന്നെ കിട്ടി. അപ്പോൾ ലോക 300 കോടി അടിക്കട്ടെ. ഇനി അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ ജിത്തു ജോസഫ് ഇപ്പോൾ മറ്റേ സിനിമയുടെ മിറാഷിൻ്റെ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മുടെ റാമിനെ പറ്റി. റാം പ്രൊഡ്യൂസറിൻ്റെ കുറച്ച് തർക്കമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാലാവസ്ഥ ആയതുകൊണ്ട് ഷൂട്ടിംഗ് ഒരു 80% നമുക്ക് നേരത്തെ ഇതിനു മുമ്പ് സെയിം റിപ്പോർട്ട് തന്നെയാണ് പുള്ളിക്കാരൻ വീണ്ടും പറഞ്ഞത്. അപ്പോൾ റാം എന്തായാലും ഉടനെ തന്നെ വരട്ടെ. വീണ്ടും ഒരു സ്പെൻഡിങ്ങിലുള്ള നിൽക്കുന്ന ഒരു ലാലേട്ടൻ ചിത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.